യാത്രാമധ്യേ ഞങ്ങൾ ഒരു ചെറിയ ചായക്കടയിൽ കയറി. അവിടെ ഒരു അച്ഛനും അമ്മയും നടത്തുന്ന ഈ ചായക്കട വളരെ വൃത്തിയായിട്ട്, വളരെ രസകരമായിട്ട് അവർ ഈ കാലാവസ്ഥയിലും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല കട്ടൻ കാപ്പിയും അതോടൊപ്പം തന്നെ പുഴുങ്ങിയ മുട്ടയും പിന്നെ അരിയുണ്ട, മുറുക്ക്, അതുപോലെ രസകരമായിട്ടുള്ള കുറേ വിഭവങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്കതെല്ലാം സ്നേഹത്തോടെ എടുത്ത് തന്ന അമ്മയെയും ആ അച്ഛനെയും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഞങ്ങൾക്ക് സ്നേഹത്തോടെ അരിമുറുക്കും മുട്ടയും ഒക്കെ തന്ന് നല്ല കട്ടൻ കാപ്പി ഉടനെ തന്നെ ഉണ്ടാക്കി തന്ന അമ്മ. അമ്മയുടെ പേരെന്താ അമ്മേ? എൻ്റെ പേര് വിളിക്കുന്ന ഓമന, പേര് ഇന്ദിരാബായി. ഇന്ദിരാബായി അമ്മ എന്നാണ് ഇപ്പം ഞങ്ങൾ തൽക്കാലം വിളിക്കുകയാണ്. അമ്മ ഇതൊക്കെ പറഞ്ഞാലും എന്തോ ഞങ്ങളെ കണ്ടപ്പോൾ തൊട്ട് നിറഞ്ഞ ചിരിയോട് കൂടിയാണ് അമ്മ ഞങ്ങളെ സ്വാഗതം ചെയ്തത്. സാധാരണ ഒരാൾക്കാർ വന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അതെടുത്ത് കൊടുക്കുക, ബൈ പറയുക എന്നുള്ളതിനപ്പുറം വേറെ ഒരു ബന്ധവും ഉണ്ടാവാറില്ല. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ എന്തോ ഒരു സ്വന്തം ആൾക്കാരെന്ന നിലയിൽ, ഒരു കുടുംബത്തിലെ പിള്ളേർ വന്നതുപോലെ തന്നെ നിറഞ്ഞ ചിരിയോട് കൂടിയാണ് അമ്മ ഞങ്ങളെ സ്വാഗതം ചെയ്തത്. അപ്പം തന്നെ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. കാരണം നമ്മൾ യാത്ര പോകുമ്പോൾ പല സ്ഥലത്തും പല ഇടങ്ങളിൽ നമ്മൾ കയറാറുണ്ട്. പക്ഷേ അവരാരും നമ്മുടെ മനസ്സിൽ തങ്ങാറില്ല. അവരാരെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറുമില്ല, ഓർക്കാറുമില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ കഴിയുക, തിരിച്ചു പോവുക എന്നുള്ളതാണ്. പക്ഷേ ഈ അമ്മ ഞങ്ങളെപ്പറ്റി ചോദിച്ചു. അങ്ങനെ സ്വാഭാവികമായി ആ അമ്മയെപ്പറ്റി ഞങ്ങളും ചോദിച്ചു. ഞങ്ങളോട് അമ്മ 3-4 തലമുറകൾ കണ്ട അച്ഛനും അമ്മയും ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ മക്കളുടെ വിവരങ്ങൾ, അവരുടെ ജീവിത കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തൊക്കെയിരുന്നാലും ഈ സാഹചര്യത്തിൽ അവർ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടും കൂടിയാണ് മുന്നേറുന്നത്. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. നമുക്ക് ആ അച്ഛനെ കൂടി കാണാം. ഇതാണ് നമ്മുടെ ആ കടയിലെ അച്ഛൻ, അതായത് ഇപ്പോൾ നമ്മൾ കണ്ട അമ്മയുടെ ഭർത്താവ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ കട നല്ല നിലയിൽ, വളരെ ശുചിത്വമായിട്ട്, വളരെ നല്ല വൃത്തിയായിട്ടാണ് ആ അമ്മ ഉണ്ടാക്കി തന്ന സാധനങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അച്ഛൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ചന്ദ്രൻ. അപ്പം ഈ കട അച്ഛൻ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണോ? നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നു? മകളെ ഡാൻസ് പഠിപ്പിക്കുന്നു. ശരി. മകൻ പണിക്ക് പോകും. അവരൊക്കെ വിവാഹിതരാണോ? അവരവരുടേതായ രീതിയിൽ സെറ്റിൽ ആയിട്ടുണ്ട്. മകൾക്ക് രണ്ടാം പിള്ളേര്. ഓക്കെ. മൂത്ത മകന് ജോലിയുണ്ട്. ഓക്കെ. അവർ 2 വർഷം ബാംഗ്ലൂർ ജോലിയായിരുന്നു. ശരി. അത് കഴിഞ്ഞിട്ട് വന്ന ഇപ്പം അച്ഛനും മകനും കൂടെ ഇവിടെ വണ്ടമ്പേട്ടിലെ ജോലിയാണ്. ഈ കടയുടെ സമീപത്ത് തന്നെയാണോ നിങ്ങളുടെ വീടും കാര്യങ്ങളും? ഓക്കെ. സ്വന്തമായ സ്ഥലവും കാര്യങ്ങളും ഒക്കെയാണ്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടും വളരെ ബ്ലെസ്ഡ് ആണ് ഈ അച്ഛനും അമ്മയും. കാരണം സ്വന്തമായ നിലയിൽ ഇന്നും ആരെയും ആശ്രയിക്കാതെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായി അവർ ഒരു അലട്ടലും ഇല്ലാതെ, ഒരു ടെൻഷനും ഒരു പേടിയും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ഇവർ മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ നമുക്കും അവരെ ആശീർവദിക്കാം, ആശംസിക്കാം. എന്നും ഇനിയും അവരാഗ്രഹിക്കുന്നിടത്തോളം കാലം രോഗങ്ങളില്ലാതെ, യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാതെ സന്തോഷത്തോടെ മക്കളോടൊത്ത് ഇനിയും ഏറെക്കാലം ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം അവരും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് അവരോട് വിട പറയാം. മരണത്തിൽ രക്ഷപ്പെട്ടതാണ്. അതെ, അച്ഛൻ പറയുകയാണ് അവർ ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്ന്. അതുകൂടി ആ അമ്മയും അച്ഛനും കൂടി നമ്മളോട് ഷെയർ ചെയ്യാണ്. പറഞ്ഞോളൂ. 12 അടി പൊക്കത്തിൽ താഴെ പോയതാണ്. എന്നിട്ട് താഴെ പോയി ഞാനും മകന്റെ അമ്മായിമ്മയും അനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. കുടുംബം മകനും കൂടെ മകന്റെ കൊച്ചിനെ കൊണ്ട് വാഹനത്തിൽ നിന്നാണോ വീണത്? അല്ലല്ല, മാങ്ങാ പറിക്കാൻ. ഓക്കെ. കാരണം അപ്പം അവർ വലിയ അപകടത്തിൽ നിന്നും കൂടിയാണ് അവർ തിരിച്ചു വന്നിട്ടാണ് ഈ ജീവിതത്തിൽ മുന്നേറി വിജയിച്ചിരിക്കുന്നത്. ഏതായാലും ഈശ്വരാധീനം കൂടെ ഉണ്ടെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. എല്ലാ ജീവിത അനുഗ്രഹങ്ങളും ദൈവഭാഗത്തു നിന്നുണ്ടാവട്ടെ നമുക്ക് ആശംസിക്കാം. ബായ്.